ഇപ്പോൾ ബൽറാം നെടുങ്ങാടി നമ്മോടൊപ്പം വീണ്ടും ചേർന്നു. ബൽറാം, മനസ്സിലാക്കുന്ന പഹൽഗാമിൽ ഒരു മാധ്യമ സംഘത്തിന് എത്താവുന്ന പരമാവധി ദൂരത്താണ് ബൽറാം ഇപ്പോൾ എത്തിയതെന്ന് മനസ്സിലാക്കുന്നു. അവിടെയുള്ള തൽസ്ഥിതി റിപ്പോർട്ട് എങ്ങനെയാണ്? നിലവിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ആ സ്ഥലത്തുണ്ടോ? നിലവിൽ നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എന്താണ്? ഈ ശ്രീനഗറിൽ നിന്ന് പഹൽഗാം, അവിടെ നിന്ന് ബൈസൺ വാലു, ഇങ്ങനെയാണല്ലോ ഇതിന്റെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ സ്പോട്ടുകൾ. ഈ പഹൽഗാമിന്റെ ഏത് അതിർത്തി വരെ ഇപ്പോൾ നമുക്ക് പോകാൻ പറ്റും? വലിയ സുരക്ഷാ വിന്യാസം, സൈനിക വിന്യാസം സ്ഥലത്ത് ഇപ്പോൾ ഉണ്ടോ? സുഹേൽ, ഞാനിപ്പോൾ ഉള്ളത് പരമാവധി മാധ്യമങ്ങളെ അനുവദിക്കുന്ന, അല്ലെങ്കിൽ പുറമെ നാട്ടുകാരല്ലാത്ത ആളുകളെ പരമാവധി സൈന്യവും പോലീസും അനുവദിക്കുന്ന പ്രദേശത്താണ്. സംഘം എന്ന പ്രദേശത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ നിന്നും ഏതാണ്ട് 40 കിലോമീറ്റർ അകലെയാണ് ഇന്നലെ ആക്രമണമുണ്ടായ ബൈസരൻ എന്നുള്ള പ്രദേശം. ഈ പ്രദേശത്ത് നിന്ന് ആ മരങ്ങൾക്ക് പിൻവശം ഏതാണ്ട് ആണ് ഈ ആക്രമണം നടന്ന താഴ്വര എന്നുള്ളത്. ഈ ആക്രമണം നടന്ന പ്രദേശത്തിൻ്റെ 50 കിലോമീറ്റർ ചുറ്റളവിൽ വളഞ്ഞ് സൈന്യം തെരച്ചിൽ നടത്തുന്നു എന്നാണ് ജമ്മുകശ്മീർ പോലീസ് അറിയിക്കുന്നത്. ഭീകരവാദികൾക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുകളും അടച്ചു കഴിഞ്ഞു എന്നും ആണ് പോലീസും സുരക്ഷാ സേനയും അവകാശപ്പെടുന്നത്. വലിയ സൈനിക വിന്യാസം ഇവിടേക്ക് വരുന്ന വഴികളിൽ റോഡിൻ്റെ ഇരുവശങ്ങളിലുമുണ്ട്. വാഹനങ്ങൾ കൃത്യമായി പരിശോധിച്ച് മാത്രമാണ് അകത്തേക്ക് കയറ്റിവിടുന്നത്. സംശയം തോന്നുന്ന വാഹനങ്ങൾ പൂർണ്ണമായും ആളുകളെ ഇറക്കി തന്നെ പരിശോധിക്കുന്നുണ്ട്. അതേസമയം ഈ പ്രദേശത്ത് നാട്ടുകാർക്ക് അകത്തേക്ക് പോകാനോ പുറത്തേക്ക് വരാനോ അവർക്ക് മറ്റ് പ്രശ്നങ്ങളോ തടസ്സങ്ങളോ ഇല്ല. പ്രദേശവാസികളുടെ കൂടി സഹകരണം ഉറപ്പാക്കിയുള്ള ഒരു തെരച്ചിൽ നടപടിയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് എന്നാണ് ജമ്മുകശ്മീർ പോലീസിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. കാരണം ഈ ആക്രമണത്തെ ശക്തമായ തോതിൽ എതിർപ്പ് പ്രദേശവാസികൾ അറിയിച്ചിട്ടുണ്ട്. അവർ പരസ്യമായ പ്രതിഷേധം പ്രകടിപ്പിച്ചിരുന്നു. മെഴുകുതിരി കത്തിച്ച് ഈ മരിച്ചവർക്ക് ആദരവ് അർപ്പിക്കുകയും മുദ്രാവാക്യങ്ങൾ മുഴക്കി ഭീകരവാദികൾക്കെതിരെ പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ പ്രദേശവാസികളുടെ സഹകരണം ഇക്കാര്യത്തിൽ ഉറപ്പാക്കാൻ കഴിയും എന്ന് സൈന്യത്തിനും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും ഉറപ്പുണ്ട്. അത് ഉറപ്പാക്കി അവരെ വിശ്വാസത്തിലെടുത്ത് ഉള്ള ഒരു തെരച്ചിൽ നടപടിയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. CRPFന്റെ കൂടുതൽ സൈനികരെ ഈ മേഖലയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെയും പുതിയ സംഘങ്ങൾ ഇവിടേക്ക് എത്തിച്ചിരുന്നു. ഇടപെട്ടുകൊണ്ട് ചോദിക്കട്ടെ, ഇന്നലെ നാഷണൽ കോൺഫറൻസ് അടക്കം ബന്ദ് ആഹ്വാനം ചെയ്തിരുന്നു. ദൃശ്യങ്ങളടക്കം കടകളടക്കം അടഞ്ഞു കിടക്കുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ അവിടെ ആ ബന്ദ് പൂർണ്ണമാണോ? ഈ പറഞ്ഞതുപോലെ കൂടുതൽ സൈനിക വിന്യാസങ്ങൾ അവിടെ എത്തുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? സുഹൈൽ, ഇപ്പോൾ ഈ ബൈസരൻ ഉൾപ്പെടുന്ന പഹൽഗാം മേഖലയിൽ കൂടുതലായി സൈനികരെ വിന്യസിച്ച് തെരച്ചിൽ ഊർജിതമാക്കുകയാണ്. ജമ്മു കശ്മീരിലെ എല്ലായിടത്തും ശ്രീനഗർ അടക്കമുള്ള പ്രധാന ഇടങ്ങളിലെല്ലാം തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട്. അത് ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ സുരക്ഷ ശക്തമാക്കാനുള്ള ഒരു പ്രധാന കാരണങ്ങളിലൊന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ സന്ദർശിക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ്. അദ്ദേഹം മടങ്ങിയ ശേഷം പിന്നീട് സ്ഥിതിഗതികൾ അല്പം മാറ്റമുണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം ഈ മേഖലയിലെ തെരച്ചിലിനായി കൂടുതൽ സൈനികരെ ആ ഘട്ടത്തിൽ വിന്യസിക്കാനാണ് തീരുമാനം. നിലവിൽ ആഭ്യന്തരമന്ത്രി ഈ പഹൽഗാം സന്ദർശിച്ച ഘട്ടത്തിൽ ഉൾപ്പെടെ അദ്ദേഹത്തിന് സുരക്ഷ ഒരുക്കുന്നതിനായി പ്രഥമ പരിഗണന നൽകിയിരുന്നു. അവിടെ നിന്നും ഏതാണ്ട് 50 കിലോമീറ്ററോളം ചുറ്റളവിൽ പൂർണ്ണമായും ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്. ഈ ഭീകരവാദികളെ ഇപ്പോഴും ഈ പ്രദേശം വിട്ടു പോകാൻ കഴിഞ്ഞിട്ടില്ല എന്ന ഒരു കണക്കുകൂട്ടലിൽ തന്നെയാണ് ജമ്മു കശ്മീർ പോലീസ് ഉള്ളത്. ഈ മേഖല സ്വാഭാവികമായും വലിയ തോതിൽ വിനോദസഞ്ചാരികൾ എത്തുന്ന ഒരു പ്രദേശമാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം മനോഹരമായ കുന്നിൻ ചെരുവുകളും പൈൻമരങ്ങളും ഒപ്പം തന്നെ കടുകുപാടങ്ങളും എല്ലാം നിറഞ്ഞ ഒരു പ്രദേശമാണ് ഈ ഒരു പ്രദേശം എന്നുള്ളത്. മഞ്ഞുകാലത്ത് മഞ്ഞിൽ പുതച്ചു കിടക്കുന്ന ഈ പ്രദേശം അത് ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങൾ ഒരുക്കുന്നത് മഞ്ഞുരുങ്ങിയ ശേഷം വേനൽ എത്തുമ്പോഴാണ്. ഈ ജമ്മു കശ്മീരിലെ വേനൽ എന്നുള്ളത് ഏറ്റവും ജീവിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഒരു കാലാവസ്ഥ. രാത്രിയും രാവിലെയും പുലർച്ചെയും നല്ല തണുപ്പും അതേസമയം പകൽ ചൂടും അനുഭവപ്പെടുന്ന ഒരു സമയത്ത് ജമ്മു കശ്മീരിൻ്റെ പ്രകൃതി മനോഹാരിത കൃത്യമായി തന്നെ വിനോദസഞ്ചാരികൾക്ക് ആസ്വദിക്കാൻ കഴിയും. ആ കുന്നിൻ ചെരിവുകളുടെ ഒപ്പം തന്നെ ഇവിടുത്തെ പുല്ലുകളും മറ്റും ഒരുക്കുന്ന ആ ദൃശ്യ വിരുന്ന് കാണാനാണ് ആളുകൾ ഇവിടേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരുന്നത്. ഇന്നലെ രാവിലെ അല്ലെങ്കിൽ ഇന്നലെ ഉച്ചയ്ക്ക് 2:30 പോലും വലിയ ആൾത്തിരക്ക് ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ്, ഒരു റോഡാണ് ഇത്.
ഇവിടേക്ക് ഇപ്പോൾ എന്നാൽ ആളുകൾ ഒരു വിനോദസഞ്ചാരി പോലും ഇന്ന് ഇവിടേക്ക് പ്രവേശിച്ചിട്ടില്ല എന്നാണ് യാഥാർത്ഥ്യം. ഈ ആക്രമണമുണ്ടായ ഘട്ടത്തിൽ ഇവിടേക്ക് ആ ഘട്ടത്തിലും അവിടേക്ക് പോകുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അവരെ മുഴുവൻ വഴിയിൽ തടഞ്ഞു നിർത്തി മണിക്കൂറുകളോളം അവർ കാത്തുനിന്ന് പിന്നീട് അവരെ തിരിച്ചയക്കുകയായിരുന്നു. ഈ പുതിയ ആരും തന്നെ ജമ്മു കശ്മീരിലേക്ക് നിലവിൽ പഹൽഗാമിലേക്ക് വിനോദസഞ്ചാരികളെ അനുവദിക്കുന്നുണ്ടോ? ബൈസൺ വാലിയോ അല്ല, പഹൽഗാമിലേക്ക് അനുവദിക്കുന്നുണ്ടോ? ഇല്ല സുഹൈൽ, ഈ ഒരു മേഖലയ്ക്ക് അപ്പുറത്തേക്ക്, ഈ സംഘം എന്ന് പറയുന്ന പ്രദേശത്തിന് അപ്പുറത്തേക്ക് വിനോദസഞ്ചാരികൾ എന്നല്ല, മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ല, പുറമെ നിന്ന് ഒരാൾക്ക് പോലും പ്രവേശനമില്ല. മറിച്ച് ഇവിടെ താമസിക്കുന്ന, സ്ഥിരമായി താമസിക്കുന്ന നാട്ടുകാർക്ക് മാത്രമാണ്, അവരുടെ വാഹനങ്ങൾ മാത്രമാണ് ഇവിടെ ഈ മേഖലയിലേക്ക് കടത്തിവിടുന്നത്. മറ്റു വാഹനങ്ങൾ എല്ലാം തന്നെ തടഞ്ഞു നിർത്തുന്നുണ്ട്. ഇവിടെ യാത്ര അവസാനിപ്പിക്കാൻ നിർദ്ദേശം നൽകുന്നുണ്ട്. എന്നാൽ വിനോദസഞ്ചാരികൾ ഒരാൾ പോലും ഇന്ന് എത്തിയിട്ട് പോലും ഇല്ല. കാരണം ഇത്രയും വലിയ ഒരു ക്രൂരമായ ഭീകരാക്രമണം, അതിൻ്റെ വാർത്തകൾ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലേക്ക് യാത്ര നിശ്ചയിച്ചിരുന്ന ആളുകൾ മുഴുവനായും തന്നെ യാത്ര റദ്ദാക്കിയിട്ടുണ്ട്, മറ്റിടങ്ങളിലേക്ക് യാത്ര മാറ്റിയിട്ടുണ്ട്. ഇത് ജമ്മു കശ്മീരിൻ്റെ വിനോദസഞ്ചാര മേഖലയെ തകർക്കുക, സാമ്പത്തികമായി തകർക്കുക എന്ന ഒരു ലക്ഷ്യം കൂടി ഈ അക്രമികൾക്കുണ്ട് എന്നാണ് കണക്കാക്കുന്നത്. കാരണം സ്വന്തമായ വരുമാനം, ജോലി എന്നിവ ഉണ്ടായാൽ ഈ ഭീകരവാദത്തിലേക്ക് ആളുകൾ എത്തുന്നത് കുറയുമോ എന്ന് കണക്കാക്കി കൂടിയാണ് ഇത്തരത്തിൽ ഈ വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ട് വിനോദസഞ്ചാര സീസൺ തുടങ്ങുന്ന ഒരു ഘട്ടത്തിൽ, ഇപ്പോൾ ഒരു മാസത്തോളം പോലും ആയിട്ടില്ല ഈ ജമ്മു കശ്മീരിലെ സീസൺ ആരംഭിച്ചിട്ട്. ഇനിയും 3-3.5 മാസത്തോളം ജമ്മു കശ്മീരിലേക്ക് വിനോദസഞ്ചാരികൾ ഒഴുകിയെത്തേണ്ട സമയമാണ്. അതും പൂർണ്ണമായും ഇല്ലാതാക്കുകയാണ് ഇത്തരത്തിൽ ഒരു ഭീകരാക്രമണത്തിലൂടെ സംഭവിച്ചിരിക്കുന്നത്. കാരണം വിനോദസഞ്ചാരത്തിനെത്തുന്ന ആളുകൾ ഒരിക്കലും ഇത്തരത്തിലൊരു അപകട സാധ്യതയുള്ള, ഏത് ഘട്ടത്തിലും അകാരണമായി ആക്രമിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു പ്രദേശത്തേക്ക് എത്തുക എന്നുള്ളത് സംഭവ്യമല്ല. അതുകൊണ്ട് തന്നെ അവർ മറ്റിടങ്ങൾ തേടി പോകുന്ന സാഹചര്യമുണ്ടാകും. ഇതെല്ലാം മനസ്സിലാക്കി സാമ്പത്തികമായി ഈ മേഖല, ഈ സംസ്ഥാനത്തെയും ഇവിടുത്തെ ജനങ്ങളെയും തകർക്കാൻ ലക്ഷ്യം വെച്ചുകൂടിയാണ് ഈ ആക്രമണം എന്നാണ് കണക്കാക്കുന്നത്. അതീവ മനോഹരമായ ഈ മിനി സ്വിറ്റ്സർലാൻഡ് എന്ന് വിളിക്കപ്പെടുന്ന പ്രദേശമാണ് പെഹൽഗാം. അവിടെയാണ് ഒരു വിനോദസഞ്ചാരി പോലും എത്താത്ത ഒരു സ്ഥലമായി മാറിയിരിക്കുന്നത്. ഇന്ന് ഈ പ്രദേശത്തേക്ക് ഒരാൾ പോലും വന്നിട്ടില്ല. എന്നാൽ കഴിഞ്ഞ ഈ സീസൺ ആരംഭിച്ച് ഏതാണ്ട് 20-25 ദിവസത്തിനിടെ ജമ്മു കശ്മീരിൽ അനുദിനം 10,000-ഓളം വിനോദസഞ്ചാരികൾ എത്തിയിരുന്നു. അതിൽ ഏതാണ്ട് 60-70% പേരും എത്തിയിരുന്ന സ്ഥലമാണ് പെഹൽഗാം. അതിൽ ഏറ്റവും മനോഹരമായ ഒരു സീസൺ കൂടിയാണ്. അടുത്തിടെ കൂടുതലായി വിനോദസഞ്ചാരികളെ ആകർഷിച്ചു തുടങ്ങിയ ഒരു പ്രദേശം കൂടിയാണ് ഇത്. ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഈ ഒരു ആക്രമണത്തിലൂടെ അവസാനിച്ചിരിക്കുന്നത്. ഈ പ്രദേശവാസികൾ അതുകൊണ്ട് തന്നെ ഏറെ അസ്വസ്ഥരാണ്. ഈ ഭീകരവാദികൾക്കെതിരെ കടുത്ത നടപടി വേണം എന്ന ആവശ്യം അവർ തന്നെയാണ് ഉന്നയിക്കുന്നത്. അത് അവർ പ്രതിഷേധമായി പ്രകടിപ്പിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസം ആക്രമണമുണ്ടായ ഘട്ടത്തിൽ സഹായത്തിനായി പോലീസ് PCR-ൽ ഈ ആക്രമണത്തിന് ഇരയായവരുടെ ബന്ധുക്കൾ വിളിച്ചിരുന്നു. ഈ പോലീസ് ഇവിടെ എത്തുമ്പോൾ കാണുന്ന കാഴ്ച, പ്രദേശവാസികൾ അവർക്ക് സഹായമൊരുക്കുന്നു, പരിക്കേറ്റവരെ ചികിത്സിക്കുന്നതും മറ്റുമാണ്, സാന്ത്വനിപ്പിക്കുന്നു. ഈ അടക്കമുള്ള കാഴ്ചകളായിരുന്നു പോലീസിന് കാണാൻ കഴിഞ്ഞത്. ആ അക്രമ സ്ഥലത്തു നിന്നും ആദ്യം പുറത്തു വന്ന ദൃശ്യങ്ങളിലും അത് വ്യക്തമായിരുന്നു. പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ ഈ ആളുകളെ സാന്ത്വനിപ്പിക്കുന്നതും അവരെ ഈ മൃതദേഹങ്ങൾ ക്രൂരമായ ഒറ്റ നോട്ടം പോലും നോക്കാൻ കഴിയാത്ത രീതിയിൽ കൊലപ്പെടുത്തണം, അതിക്രൂരമായി കൊലപ്പെടുത്താൻ ലക്ഷ്യം വെച്ച് തലയിലേക്ക് തന്നെ നിറയൊഴിച്ച് വീണ മൃതദേഹങ്ങൾ, അത് കണ്ടു നിൽക്കാൻ പോലും ബന്ധുക്കൾക്ക് കഴിയില്ല. ബന്ധുക്കൾ എന്നല്ല, മറ്റൊരു മനുഷ്യന് പോലും കഴിയാത്ത അത്രയും തരത്തിലുള്ള ക്രൂരതയാണ് ഭീകരവാദികൾ നടത്തിയിരുന്നത്. അവിടേക്ക് ബന്ധുക്കൾ പോകുന്നത് ഒഴിവാക്കാൻ അവരെ സാന്ത്വനിപ്പിച്ച് മാറ്റി നിർത്തുന്ന നാട്ടുകാരുടെ ദൃശ്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ദൃശ്യങ്ങളിൽ കണ്ടതാണ്. ഇത്തരത്തിൽ വലിയ സഹകരണം ഈ തിരച്ചിലിൽ ഉൾപ്പെടെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ട്. ഈ ആക്രമണത്തിൽ പ്രദേശവാസികൾ 2 പേർ ഉൾപ്പെട്ടിട്ടുണ്ട്. അവർക്ക് പങ്കുണ്ട് എന്ന വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് അവരെ ഉൾപ്പെടെ പുറത്തു കൊണ്ടുവരാൻ, പിടികൂടാൻ ഈ നാട്ടുകാരുടെ സഹകരണം, പൂർണ്ണമായ സഹകരണം ഉപയോഗപ്പെടുത്താനുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് സുരക്ഷാ സേന ഉള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഈ പ്രദേശത്തുള്ള ഒരു കട പോലും ഇന്ന് തുറന്നിട്ടില്ല. സജീവമായി പ്രവർത്തിച്ചിരുന്നതാണ്. ഏതാണ്ട് 24 മണിക്കൂറും പ്രവർത്തിച്ചിരുന്ന ഹോട്ടലുകളും കടകളുമാണ് ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നത്. എന്നാൽ അവയൊന്നുപോലും ഇന്ന് തുറന്നിട്ടില്ല. ഒരു
ഭക്ഷണം ലഭിക്കുന്ന ഒരു കട പോലും ഇന്ന് ശ്രീനഗറിലോ ഈ ജമ്മു കശ്മീരിൽ എവിടെയോ ഇന്ന് തുറന്നു പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. ഇത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ആഹ്വാനം അനുസരിച്ചല്ല, മറിച്ച് സംസ്ഥാനത്തെ മുഴുവൻ പാർട്ടികളും ഒറ്റക്കെട്ടായാണ് ഇന്ന് ഈ ദുഃഖാചരണത്തിൻ്റെ കൂടി ഭാഗമായിക്കൊണ്ട് ഇന്ന് ഹർത്താൽ ആചരിക്കാൻ തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായി ഉള്ള ആഹ്വാനം പൂർണ്ണമായും ആളുകൾ ഈ ആഹ്വാനം ഏറ്റെടുക്കുകയായിരുന്നു. പൂർണ്ണമായും സ്തംഭിച്ചു നിൽക്കുകയാണ്. ആ ദുഃഖഭരിതമായ അന്തരീക്ഷത്തിൽ നിന്നും ഇതുവരെ മോചിപ്പിക്കപ്പെട്ടിട്ടില്ല ജമ്മു കശ്മീർ. പ്രത്യേകിച്ച് രാജ്യം മുഴുവൻ ആ ഒരു നടുക്കത്തിൽ നിന്നും ഇതുവരെ മോചിപ്പിക്കപ്പെട്ടിട്ടില്ല. മരണസംഖ്യ 29 എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഔദ്യോഗികമായ കണക്കുകൾ വ്യക്തമാക്കുന്നതെങ്കിൽ പോലും മരണസംഖ്യ ഇനിയും ഉയരും എന്ന് തന്നെയാണ് ലഭ്യമാകുന്ന വിവരം. പരിക്കേറ്റ ആളുകൾ ആശുപത്രിയിൽ ഇപ്പോഴും കഴിയുന്നുണ്ട്. കൂടാതെ ഈ ആക്രമണത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം, പദ്ധതി, ഇതിന് പിന്നിൽ ആരൊക്കെ എന്നതുമായി ബന്ധപ്പെട്ട ഔപചാരികമായ കൃത്യമായ തെളിവുകളോടെ ഈ കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. അതിനായുള്ള അന്വേഷണം ഒപ്പം ഭീകരവാദികൾക്ക് വേണ്ടിയുള്ള തിരച്ചിലും ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ്. സുഹൈൽ, പഹൽഗാമിലും ബൈസരൻ തായ്വരയിലും ഭീകരവാദികൾക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. മാധ്യമസംഘത്തിന് പോകാവുന്ന പരമാവധി ദൂരത്ത് പഹൽഗാമിന് സമീപത്താണ് ബൽറാം നെടുങ്ങാട് റിപ്പോർട്ട് ചെയ്തത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു നാട് കാണാൻ, അവിടുത്തെ സൗന്ദര്യം കാണാൻ എത്തുന്ന വിനോദസഞ്ചാരികൾ ആക്രമിക്കുക എന്ന് പറയുമ്പോൾ ആ നാട്ടിലെ മനുഷ്യരുടെ ജീവിതക്രമത്തെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് എന്ന കാര്യത്തിൽ സംശയം.